വാട്ട്സ്ആപ്പ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ടോപ്പിക് എന്നുള്ളത്. ഇന്ന് 2021 ഫെബ്രുവരി 6 നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു വർഷം തികയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, അതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ടോപ്പിക് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിടയിൽ ഒരുപാട് പുതിയ പുതിയ യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. പഴയ യൂട്യൂബേഴ്സ് തന്നെ ഒരുപാട് നല്ല വീഡിയോസ് ഇട്ടിട്ടും ഒരു റീച്ചിലെത്താൻ പറ്റാതെ പോയ ഒരുപാട് യൂട്യൂബേഴ്സും നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആക്ച്വലി 2018 യൂട്യൂബിനെ കുറിച്ച് അറിയുന്നതും യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വരുമാനം ഉണ്ടാകും എന്നറിയുന്നതും എന്നെ ആളുകൾ തിരിച്ചറിയും എന്നറിയുന്നതും ഒക്കെ 2018. അപ്പോൾ അന്ന് ഈ നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ് ഒരു 600K സബ്സ്ക്രൈബേഴ്സ് ആ ലെവലിൽ എത്തി നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു 1-2 മാസം കൊണ്ട് അത് 700K ആയി. പെട്ടെന്ന് തന്നെ അത് 1 million ആയി. അപ്പോൾ എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ അത്യാവശ്യം നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല റീച്ചിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു മാരുതിയിൽ. മാരുതി കാഴ്സിൽ ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തു. യൂട്യൂബിലേക്ക് ഇറങ്ങാനുള്ളൊരു തീരുമാനം തന്നെ ഞാൻ എടുത്തു. അങ്ങനെ ഞാനും എൻ്റെ ഒരു കസിൻ ഫ്രണ്ടും കൂടെ ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഇതൊരു 2.5 വർഷം മുന്നെയാണ് കേട്ടോ, 2-3 വർഷം മുന്നെയാണ് ഇത് തീരുമാനിക്കുന്നത്, 2018. അങ്ങനെ ഞങ്ങൾ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങി. ഒരു ട്രാവൽ ചാനലായിരുന്നു അത്, ട്രാവൽ വ്ളോഗൊക്കെ ആയിരുന്നു അതിനകത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രിപ്പ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലായിരുന്നു അത്. പക്ഷെ അത് ഞങ്ങളൊരു 3-4 മാസം നല്ല രീതിക്ക് ഞങ്ങൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു, ചാനലിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചൊരു രീതിയിലേക്ക് ആ ചാനൽ എത്തിപ്പെട്ടില്ല. ഒരു 3-4 മാസം കൊണ്ട് നല്ല റീച്ചിലെത്തുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷ, പക്ഷെ എത്തിയില്ല. ഓൾ കേരള ആയിരുന്നു ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 3-4 ജില്ല കവർ ചെയ്തപ്പോഴത്തേക്കും കയ്യിലെ കാശൊക്കെ തീരാറായി. നല്ല എക്സ്പെൻസ് വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചാനൽ നല്ല ബ്രേക്ക് ഇട്ടു. പിന്നീട് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനിടയ്ക്ക് പിന്നെ ലോക്ക്ഡൗൺ വന്നു. എല്ലായിടത്തും എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പൂട്ടിയതോടുകൂടി ഞങ്ങളുടെ ചാനലിൽ പേരെ മാറ്റി. ഞങ്ങളത് ഫിലിം മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഇപ്പം അത് നിലവിലുള്ളത്. അപ്പോൾ എനിക്ക് ഷോർട്ട് ഫിലിം പരിപാടികളൊക്കെ ഉണ്ട്. പുതുതായി വരുന്നൊരു ഷോർട്ട് ഫിലിമിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, നിങ്ങൾ എന്തായാലും പോയി കാണും. അപ്പോൾ ഇപ്പം ആ ചാനലിൽ ഷോർട്ട് ഫിലിമുകളാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ചാനൽ വേണമെന്ന് തോന്നി. എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് 2020 ഞാൻ ഫെബ്രുവരിയിൽ ചാനൽ തുടങ്ങി. ഞാൻ ആദ്യം വീഡിയോസ് ഇട്ടത് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, എന്താണ് ഞാൻ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സാമ്യവും ഇപ്പം ഞാൻ കൊണ്ടിരിക്കുന്ന കണ്ടന്റായിട്ട് ഒരു സാമ്യവും ഇല്ല. ഞാൻ അന്ന് ആദ്യം ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അൺബോക്സിങ്, അതേപോലെ എക്സ്പെരിമെൻ്റ് വീഡിയോ ഒക്കെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ, അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടും അൺബോക്സ് ചെയ്യാനായിട്ട്. എങ്ങാനും ക്ലിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബ്രാൻഡുകൾ എനിക്ക് പ്രൊഡക്റ്റുകൾ അയച്ചു തരും. അപ്പോൾ എനിക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കും, മലയാളം ടെക്ക്, ഗാഡ്ജറ്റൺ മലയാളം, ഹാരിഷ് ഫ്രം ടെക്ടോക്ക്, ഇവരൊക്കെ നല്ല വൃത്തിക്ക് വീഡിയോ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ നല്ല നല്ല ബീറോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, നല്ല നല്ല ഷോട്ടുകളാണ് അവരുടെ ചാനലിലുള്ളത്. അപ്പോൾ ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ആ കണ്ടന്റിൽ നിന്ന് മാറി ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ ചെയ്താലോ, എംഫോടെക്കൊക്കെ പോലെ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എക്സ്പെരിമെൻറ്റിലോട്ട് കിടന്നു. അപ്പോഴും എനിക്കൊരു ബ്രേക്ക് ഇടേണ്ടി വന്നു. അടുത്ത വീഡിയോ എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. കാരണം അത്തരം ക്രിയേറ്റീവായിട്ടുള്ളൊരു ഐഡിയ എനിക്കില്ല. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു, ആ ഒരു കണ്ടന്റും സ്റ്റോപ്പ് ചെയ്തു. ആ ഇടയ്ക്കാണ് എൻ്റെ ഗുരുവും എൻ്റെ സുഹൃത്തുമായ ശ്രാവൺ സത്യ ഒരു ബാക്ക് ഫ്ലിപ്പിൻ്റെ വീഡിയോ യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്. അത് 1 വീക്ക് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 1K കഴിഞ്ഞ്, പിന്നെ 1 മന്ത് കൊണ്ട് അത് 50K വ്യൂസ് ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്തരത്തിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ
ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നിട്ടില്ല ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോ ഈ ചാനലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ഐഡിയ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നിട്ടില്ല. ഞാൻ ഏകദേശം 8 വർഷത്തോളം ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്, കിക്ക് ബോക്സിങ് കരാത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു 3 വർഷത്തോളം ഞാൻ പാർക്കോറും പഠിച്ചിട്ടുണ്ട്. ശ്രാവൺ സത്യയുടെ അണ്ടറിൽ തന്നെയായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ശ്രാവൺ സത്യയാണ് അണ്ടറിൽ തന്നെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ ഞാൻ ഹാൻഡ് വാക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തുടങ്ങി. അപ്പോൾ ഹാൻഡ് വാക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ലഭിക്കണമെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു. നല്ല നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു ഐഡിയയിലേക്ക് എന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ കിക്കപ്പിൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങി, പിന്നെ ബാക്ക് ഫ്ലിപ്പിൻ്റെ വീഡിയോ ഇട്ടു. അതിപ്പോൾ ഏകദേശം 52,000 ക്രോസ് ഓവറായി. നല്ല വ്യൂസ് കിട്ടി, നല്ല കമൻസ് കിട്ടി. ആ ഒരൊറ്റ വീഡിയോൻ്റെ മുകളിലാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് 2021 ഫെബ്രുവരി 6 ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്കുള്ളത് 4700 സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഓവറും അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ എത്രയോ മുകളിൽ എനിക്ക് കിട്ടി. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. സംഭവം ചെറിയൊരു അച്ചീവ്മെൻ്റ് ആണ് എനിക്കറിയാം, പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളതും, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് എന്താണ്, നിങ്ങളുടെ താല്പര്യം എന്താണ്, നിങ്ങളുടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളാണോ അല്ലെങ്കിൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ, ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഒരു പ്ലാൻ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് മാത്രമേ യൂട്യൂബിലേക്ക് വരാവൂ. അല്ലാതെ എൻ്റെ പോലെ ആദ്യം ഒരു കണ്ടന്റ് തുടങ്ങി പിന്നെ ആ കണ്ടന്റിൽ നിന്ന് മാറി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ്, അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക. പുതിയ ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ നിങ്ങളുടെ ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് ഗുണമുള്ള കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതുവരെ യൂട്യൂബ് ചെയ്തിട്ടൊന്നും ആവാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ഈ മീഡിയത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തൊക്കെ ടെക്നിക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ചിലെത്താൻ പറ്റും എന്നുള്ളത്, ടാഗുകൾ എവിടെയൊക്കെ കൊടുക്കണം, എവിടെയൊക്കെ ഷെയർ ചെയ്യണം, എവിടെ ഷെയർ ചെയ്യാൻ പാടില്ല, എന്തൊക്കെയാണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ തംബ്നെയിൽ മനോഹരമാക്കി ഉണ്ടാക്കേണ്ടത്, തംബ്നെയിൽ കൊടുക്കുമ്പോൾ ഏതൊക്കെ കളർ കൊടുക്കണം, ഏതൊക്കെ എഡിറ്റ് കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ഈ മീഡിയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതിലെവിടെയെങ്കിലും ഒന്ന് എത്താൻ പറ്റും. അത് എൻ്റെ വാക്കാണ്. നിങ്ങൾ ഗിവപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കോളുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ട് പോവുക. വീഡിയോയുടെ ലെങ്ത് ആണെങ്കിലും വീഡിയോയുടെ ക്വാളിറ്റി ആണെങ്കിലും എവിടെയൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ മാറ്റി മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. പിന്നെ അടുത്ത വർഷത്തേക്ക് എനിക്ക് 10K ആണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് ഗിവ് അവേ വെക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് 1 month ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വിചാരിച്ചത്ര വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല. 10K ആവുന്ന സമയത്ത് എന്തായാലും ഞാൻ ഗിവ് അവേ വെക്കുന്നതാണ്. അപ്പോൾ കീപ് ഫോളോയിങ്. എല്ലാവിധ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.